ഈ തലേന്നത്തെ ബിരിയാണി പിറ്റേ ദിവസം ആവിയേറ്റി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ബിരിയാണി എന്നുള്ള ചിന്തയായിട്ട് ഞാൻ എണീറ്റത്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഉച്ചക്ക് മത്തി മുളകിട്ടതും കേരക്കറിയും ചെമ്മീൻ ഒലത്തും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ആയിരുന്നു. ഇതെന്താ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാം ഞാനാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എല്ലാ കറിയും ഉണ്ടാക്കണത്. അപ്പം ഞാൻ ഇന്ന് ഒരു കറി ഉണ്ടാക്കാനാണ് കയറിയത്. പക്ഷെ അത് കണ്ടപ്പോൾ ഉമ്മിക്ക് മടിയായി. പിന്നെ ഉമ്മിക്ക് ഒരു റെസ്റ്റ് ആയിക്കോട്ടെ, ഒരു ദിവസമല്ലേ, വല്ലപ്പോഴൊക്കെ അല്ലേ. അപ്പോൾ ഉമ്മയും കുറേ ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത് തന്നെ ഫുഡൊക്കെ വിളമ്പി. പിന്നെ നെല്ലിക്ക 2 ദിവസം ഉപ്പിലിട്ടിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കുഞ്ഞി മത്തിയായതുകൊണ്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതും പൊരിച്ചു. പിന്നെ വൈകിട്ട് ആപ്പിളൊക്കെ ഞാൻ കുറച്ച് ചിപ്സ് എടുത്തുന്നു. പിന്നെ ഒരു 7 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര ചോക്ലേറ്റ് കേക്ക് എന്നാൽ ഭയങ്കര ക്രേവിങ്സും. അപ്പം ഞാൻ അത് കഴിച്ചു. പിന്നെ ഞാൻ നൈറ്റ് ആയപ്പോൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പായിരിക്കും. വീടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഫുഡ് കഴിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇറങ്ങണതല്ല. പിന്നെ ഞാൻ ബർഗർ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പം ഞാൻ